കൃഷ്ണ എൻ്റെ സുഹൃത്ത് അല്പം നേരം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ED ഓഫീസിൽ നിന്നൊരു കോള് വന്നു. ആ കോളിൽ വിളിച്ച ആൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതിനകത്ത് മയക്കുമരുന്നുണ്ട്, മറ്റ് ചില രേഖകളുണ്ട്, സിം കാർഡുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം പറഞ്ഞാണ് വിളിച്ചത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിലും എൻ്റെ സുഹൃത്തിനോട് വിളിച്ച ഉദ്യോഗസ്ഥൻ സംസാരിച്ചിരുന്നു. എന്താണ് ഇത് സംഗതി? ഇത് അദ്ദേഹത്തോട് പേടിക്കണ്ട, സുഹൃത്തിനോട് പേടിക്കണ്ട എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ വേറൊരു വേർഷനാണ്. ഒരു ED ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഈ സംഘം നമ്മളെ വിളിക്കുക. ഇവരെ വിളിച്ച് നമ്മളുടെ പേരിൽ പാഴ്സൽ വന്നിട്ടുണ്ട്. ഈ പാഴ്സലിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന്, അതുപോലെ സിം കാർഡുകൾ, പിന്നെ വ്യാജ ID കാർഡുകൾ, ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ വൈകാതെ അറസ്റ്റ് ചെയ്യും, നിങ്ങളുടെ രേഖകൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ഈ വിളിച്ച ആൾ, എൻ്റെ സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിലൂടെ വിളിച്ചു, അതിനുശേഷം വീഡിയോ കോളിലൂടെ വിളിച്ചു. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന് ഈ വിളിച്ച ED ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥന് ഫോൺ കൈമാറി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ, ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ യൂണിഫോം എല്ലാം ധരിച്ച് എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥൻ്റെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പിയറൻസിലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ കണ്ടതോടുകൂടിയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഭയമുണ്ടായത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഘം ആളുകൾ, ഒരാൾ തന്നെയല്ല, ഇതൊരു വലിയൊരു സംഘം തന്നെയാണ്. നമ്മളെ കൂടുതൽ വിശ്വസിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനായി ഒരു സംഘം ആളുകൾ ഉണ്ടായിരിക്കും. ഇവർക്ക് വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കും, വ്യാജ ID കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ച ആളുകളായിരിക്കില്ല നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് സംസാരിച്ച ആളായിരിക്കില്ല പിന്നീട് നമ്മുടെ അടുത്ത് സംസാരിക്കുക. ഇതിൽ നിങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, നിങ്ങളുടെ പേരിൽ അനധികൃത ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മറ്റ് ഉദ്യോഗസ്ഥന്, CBI ഉദ്യോഗസ്ഥന് ഫോൺ കൈമാറാം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുക. ഇതെങ്ങനെയാണ് ഒരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് പിന്നീട് നമ്മളുടെ അടുത്ത് സംസാരിക്കുക ഒരു CBI ഉദ്യോഗസ്ഥനായിരിക്കും. വീഡിയോ കോളിലൂടെ ആയിരിക്കും ഈ CBI ഉദ്യോഗസ്ഥൻ നമ്മളുടെ അടുത്ത് സംസാരിക്കുക. ഇവർ വിശ്വാസ്യത കൂട്ടാനായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വ്യാജ ID കാർഡുകളെല്ലാം നിങ്ങൾ കാണിച്ചു തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്നെല്ലാം പറയും. ഇത് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കും ഈ കാര്യത്തിൽ. ഇങ്ങനെ വിശ്വസിക്കുന്ന നമ്മളുടെ അടുത്ത് പിന്നീട് അവർ ചോദിക്കുക നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എത്രയുണ്ട് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് എത്ര സമ്പാദ്യമുണ്ട്, ഈ സമ്പാദ്യം നമ്മളുടെ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ സമ്പാദ്യമെല്ലാം ഇവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറയും. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര സമ്പാദ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ പിന്നീട് ഈ എമൗണ്ട് ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. കാരണം ഇവർക്ക് ഈ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി പരിശോധിക്കണം, നിങ്ങളുടെ ഇടപാടുകളെല്ലാം സുതാര്യമാണോ എന്നുള്ളത് പരിശോധിക്കണം എന്ന നിലയിൽ ഇവർ ഈ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കും. ഇത്തരത്തിൽ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പിന്നീട് ഇവരുടെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായില്ല, ഇവരുടെ സന്ദേശങ്ങളൊന്നും വരില്ല, ഇവർ നമ്മളെ കോൾ ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ സാമ്പത്തിക തട്ടിപ്പിനിരയായി എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ യൂണിഫോമുള്ള ഒരുപാട് പേരെ വീഡിയോ കോളിലൂടെ നമ്മൾ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയന്ന് പണം അയച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആരാണെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എങ്കിൽ ആരാണെങ്കിലും അത് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഭയന്ന് പണം നമ്മൾ അയച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഇത് തിരിച്ചു കിട്ടാൻ എന്താണ് വഴി? ഇങ്ങനെ ഒരു തട്ടിപ്പിനിരയായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈബർ പോലീസിനെ വിവരം അറിയിക്കുക. അത് ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ തട്ടിപ്പിനിരയായിട്ടുണ്ടാവില്ലായിരിക്കും, നമുക്കിങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവരെ വിവരം അറിയിക്കുക. ഈ ഒരു 1 അവറിനുള്ളിൽ തന്നെ വിവരം അറിയിക്കുക. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രതികളെ പിടികൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1930 എന്ന നമ്പറിൽ, സൈബർ പോലീസിൻ്റെ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ ക്രൈം രജിസ്റ്റർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, www.cybercrime.government.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിലൂടെയും നമുക്ക് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്ന് നമ്മൾ ഈ 1 അവറിനുള്ളിൽ
മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറയാമല്ലേ, പേടിക്കണ്ട, ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള രീതിക്ക് പറയാമല്ലേ? അതെ അതെ, തീർച്ചയായും പറയാം. കാരണം ഒരു ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ നമ്മളുടെ പണം ആവശ്യപ്പെടില്ല. കാരണം ഇവർക്ക് ഡയറക്റ്റ് നമ്മളുടെ ബാങ്കുകളിൽ കയറി നമ്മളുടെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള അധികാരം ഇവർക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആരും ഇത്തരത്തിൽ നമ്മളുടെ പണം ചോദിക്കുകയില്ല.